നടപടി കൈക്കൊള്ളുമെന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ ഒരു നേതാക്കന്മാരും മുന്നോട്ട് വന്നിട്ടില്ല. മൗനം സമ്മതം എന്ന തരത്തിൽ കോൺഗ്രസിന്റെ തന്നെ പല നേതാക്കന്മാരും മൗനിയായിരിക്കും. ഈ വോയിസ് നോട്ടിനെ തള്ളിപ്പറയുവാനോ ഇൻസ്റ്റഗ്രാം, ടെലിഗ്രാം, വാട്സ്ആപ്പ് ചാറ്റുകളെ തള്ളിപ്പറയുവാനോ രാഹുൽ മാങ്കൂട്ടത്തിലോ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരോ മുന്നോട്ട് വന്നിട്ടില്ല. പരസ്യമായി കഴിഞ്ഞ കുറെ ദിവസങ്ങളായി മാധ്യമ പ്രവർത്തകരുൾപ്പെടെ ഈ കേരളത്തിലെ ബിജെപിയുടെ പല നേതാക്കന്മാരും പല വ്യത്യസ്ത സമയങ്ങളായി തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരുന്നു, എന്തുകൊണ്ട് നിങ്ങൾ MLA സ്ഥാനം രാജിവെക്കുന്നില്ലെങ്കിൽ, എന്തുകൊണ്ടാണ് ഈ വോയിസ് നോട്ട് എന്റേതല്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായി കേരളത്തിന്റെ പൊതുസമൂഹത്തെ അഡ്രസ് ചെയ്യുവാൻ തയ്യാറാവുന്നില്ല എന്ന് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. MLAയുടെ ഭാഗത്തു നിന്ന് ഒരു അക്ഷരം പോലും അതിൽ മറുപടി വന്നിട്ടില്ല. ഇനി അത്തരത്തിൽ ഇപ്പോഴത്തെ സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടെ അതൊക്കെ അതിനെക്കുറിച്ച് ചോദ്യം വന്ന സമയത്ത് ആർക്കും എന്തും നിർമ്മിക്കാമല്ലോ എന്നാണ് പറഞ്ഞത്. അപ്പോഴും എന്റേതല്ല, ഇത്തരത്തിൽ മാധ്യമങ്ങൾ കള്ളത്തരത്തിൽ നിർമ്മിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ തയ്യാറായിട്ടില്ല. ഞങ്ങൾ പരസ്യമായി ചാലഞ്ച് ചെയ്യുകയാണ്. അത് നിങ്ങളുടേതല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിങ്ങൾ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോകുന്നില്ല? കാരണം അത് രാഹുലിന്റെ വോയിസ് നോട്ട് തന്നെയാണ്. അത് തന്നെയാണ് അതിന് പുറകിലുള്ള സത്യം എന്ന് പറയുന്നത്. ആ സത്യം രാഹുലിനും ബോധ്യമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ വോയിസ് നോട്ടിനെതിരെ മുന്നോട്ട് വരാത്തത്. അതിനെ തുടർന്ന് തുടർച്ചയായ ദിവസങ്ങളിൽ നിരവധി യുവതികളായിട്ടുള്ള ആളുകളുടെ വോയിസ് നോട്ടുകൾ പുറത്തോട്ട് വരുന്നു. അതിൽ ഏറ്റവും സങ്കടകരമായ വസ്തുത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ വോയിസ് നോട്ടിൽ ഗർഭിണിയായിട്ടുള്ള ഒരു യുവതിയോട് നിർബന്ധപൂർവ്വം ഗർഭം അലസിപ്പിക്കുന്നതിന് വേണ്ടി പറയുകയാണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തുടക്കഘട്ടത്തിൽ ഇത് തങ്ങളെ ബാധിക്കുന്ന വിഷയമേ അല്ല എന്നുള്ള ആറ്റിറ്റ്യൂഡായിരുന്നു എടുത്തിരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതുകൊണ്ട് മാത്രം ഈ പ്രശ്നം ഒതുങ്ങുന്നില്ല. ഇത് കോൺഗ്രസിന്റെ അകത്തുള്ള ആഭ്യന്തര പ്രശ്നമല്ല, കേരളത്തിന്റെ പൊതുസമൂഹത്തെ ബാധിക്കുന്ന വിഷയമാണ്. അപ്പോ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും പറയുന്നത് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല, അദ്ദേഹം ധാർമ്മിക ബോധം ഉൾക്കൊണ്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെച്ചു എന്നാണ് പറയുന്നത്. ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ, കേരളത്തിലെ ജനങ്ങളെ ഇനിയും നിങ്ങൾ വിഡ്ഢികളാക്കരുത്. നിങ്ങൾ കോൺഗ്രസുകാർക്ക് ആവശ്യമില്ലാത്ത, കോൺഗ്രസുകാരുടെ ധാർമ്മികതയെ ബാധിക്കുമെന്ന് വന്ന സമയത്ത്, കോൺഗ്രസുകാർക്ക് ആവശ്യമില്ല എന്ന് തോന്നിയ സമയത്ത് കോൺഗ്രസുകാർ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദവി അദ്ദേഹത്തെ കൊണ്ട് രാജിവെപ്പിച്ചിട്ട് കോൺഗ്രസുകാർക്ക് ആവശ്യമില്ലാത്ത ചവറുകളെ കൊണ്ട് തള്ളുന്നതിനുള്ള സ്ഥലമല്ല പാലക്കാട് എന്ന് പറയുന്നത്. കോൺഗ്രസുകാർക്ക് ആവശ്യമില്ലാത്ത ചപ്പുചവറുകൾ കൊണ്ടിടുന്നതിനുള്ള വേസ്റ്റ് ബാസ്ക്കറ്റ് അല്ല പാലക്കാട്. പാലക്കാട് എന്ന് പറയുന്നത് ഒരു കുപ്പത്തൊട്ടിയല്ല. യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ പദം ധാർമ്മിക ബോധം ഉൾക്കൊണ്ട് രാജിവെക്കുന്ന ആളുകൾ എന്തുകൊണ്ടാണ് ഇവിടുത്തെ MLA പദം രാജിവെക്കാത്തത് എന്നാണ് BJP ചോദിക്കുന്നത്. BJP ശക്തമായി മുന്നോട്ട് വയ്ക്കുന്നത് പാലക്കാട് MLA സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചേ തീരൂ. അദ്ദേഹം രാജിവെക്കുന്നതുവരെ അതിശക്തമായ പ്രതിഷേധങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ഇവിടെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിയുടെ ചില നേതാക്കന്മാർ പറയുന്നു, വനിതാ നേതാക്കന്മാർ ഉൾപ്പെടെ പറയുന്നു, KC വേണുഗോപാലിന്റെ ഭാര്യയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. കുറച്ചു സമയം കഴിഞ്ഞ സമയത്ത് ആ പോസ്റ്റ് അപ്രത്യക്ഷമായി എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസിന്റെ നേതാക്കന്മാർ ചില ആളുകൾ പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം എന്ന് ചില ആളുകൾ പറയുന്നു. പക്ഷെ അതേ കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ രാഹുലിന് പിന്തുണ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കാത്തത്. ഇവിടെ ജനങ്ങളെ വിഡ്ഢിയാക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം ചെയ്യുന്നത്. VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹത്തോട് പാർട്ടി ആവശ്യപ്പെടുന്നില്ല, രാജിവെച്ചേ പറ്റൂ എന്നുള്ള രീതിയിൽ ശക്തമായി ആവശ്യപ്പെടുന്നില്ല. ഇവിടെ രാഹുലിനെ ഒരേ സമയം അവർ ഇൻഡയറക്റ്റായി പിന്തുണയ്ക്കുന്നു. പക്ഷേ പത്രമാധ്യമങ്ങൾ ചോദിക്കുന്ന സമയത്ത് പ്രത്യക്ഷമായും പരോക്ഷമായും അവർ പറയുന്നു രാഹുൽ തുടരേണ്ടതില്ല, രാഹുലെ തുടരുന്നത് ഈ ഒരു സാമൂഹ്യ പൊതുബോധത്തിന് അത് ശരിയല്ല, രാഹുൽ രാജിവെച്ചേ പറ്റൂ എന്ന് വനിതാ നേതൃത്വം ഉൾപ്പെടെയുള്ള ആളുകൾ പറയുന്നു.
അപ്പൊ ഇവിടെ കോൺഗ്രസുകാർ ഡബിൾ സ്റ്റാൻഡ് എടുക്കുകയാണ്. VD സതീശനും ഷാഫി പറമ്പിലും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ കേരളത്തിലെ ജനങ്ങൾക്ക് മുൻപിൽ ഒരു ഡബിൾ സ്റ്റാൻഡ് എടുക്കുന്ന സമീപനമാണ് ഇവിടെ കൈക്കൊള്ളുന്നത്. അവസാനമായി ഈ ഒരു വിഷയത്തില് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വളരെയേറെ ഗൌരവതരമായി കേരളം മുഴുവൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എങ്ങനെയാണ് ആ വോയിസ് നോട്ടിൽ പറയുന്നുണ്ട് 4 മാസം ഗർഭിണിയായ ഒരു പെൺകുട്ടി, രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയം എല്ലാം മാറ്റി നിർത്തുക, ഒരാൾക്ക് എങ്ങനെയാണ് ഇത്രത്തോളം ഒരു ഹീനമായി ചിന്തിച്ച് ഒരു പെൺകുട്ടിയെ അബോർട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ഇത്രത്തോളം പ്രഷറൈസ് ചെയ്യുവാനായിട്ട് സാധിക്കുക? 4 മാസത്തോളം അടുത്തു എന്ന് പറയുന്ന സമയത്ത് 2 ജീവനാണ്. ഈ 2 ജീവനും ബുദ്ധിമുട്ട് വരുമെന്ന് പറഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ അനുയായികളെ വിട്ടുകൊണ്ട് ഈ ഗുളിക കഴിക്കുവാനായിട്ട് നിർബന്ധിക്കുകയാണ്. അതുമാത്രമല്ല, ഞാനൊരു ചവിട്ട് വെച്ച് തരുമെന്നാണ് പറയുന്നത്. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളെ ചവിട്ടി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വന്ന് ബ്ലീഡിംഗ് വന്നു കഴിഞ്ഞാൽ അത് അവരുടെ ആരോഗ്യനിലയെ എത്രത്തോളം ബാധിക്കും? സ്വാഭാവികമായിട്ട് ഗർഭിണികളായിരിക്കുന്ന സമയത്ത് അവരുടെ മാനസികാവസ്ഥ എന്ന് പറയുന്നത് സെക്കൻഡുകൾ കൊണ്ട് ചേഞ്ച് ആവുന്ന ഒരു മാനസികാവസ്ഥയാണ്. ഞാൻ അതിലോട്ട് കൂടുതൽ കിടക്കുന്നില്ല. അങ്ങനെയുള്ള ആ ഒരു പെൺകുട്ടിയെ മെന്റൽ ഡിപ്രഷനിലോട്ട് തള്ളിവിടുന്ന വോയിസ് നോട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഇന്ന് മാധ്യമങ്ങളെ കണ്ടതിലുൾപ്പെടെ ഒരു സെക്കൻഡ് വരി പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുവാനായിട്ട് തയ്യാറായിട്ടില്ല. ഇവിടെ വിഷയം വളരെ പ്രധാനമാണ്. ഗർഭിണിയായിട്ടുള്ള പെൺകുട്ടികളോട് ചെയ്തതിന് എന്താണ് കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്ന് വ്യക്തമാക്കുവാൻ തയ്യാറാവണം. ഞങ്ങൾ വളരെ വ്യക്തമായി തന്നെ പറയുന്നു, രാഹുൽ മാങ്കൂട്ടത്തിൽ MLA കേരളത്തിലെ പൊതുജനങ്ങളോട് മാപ്പ് പറഞ്ഞുകൊണ്ട് MLA സ്ഥാനം രാജിവെച്ചേ പറ്റൂ. ഇനി ഞങ്ങളുടെ അന്വേഷണത്തിൽ കുറച്ച് വിവരങ്ങൾ കൂടെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ അന്വേഷണം പുറകില് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ചുകൊണ്ട് തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് കൃത്യമായ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. ഈ നേരത്തെ പറഞ്ഞ് നിർത്തിയതിലെ ഈ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു കോഗ്നിസബിൾ ഒഫൻസാണ്. BNS-ലെ സെക്ഷൻ 88, 89 പ്രകാരം ഇത്തരത്തിലൊരു കോഗ്നിസബിൾ ഒഫൻസ് നടത്തിക്കഴിഞ്ഞാൽ പോലീസിന് സ്വമേധയാ കേസെടുക്കാവുന്നതാണ്, അന്വേഷണം നടക്കാവുന്നതാണ്. ഇപ്പൊ പരാതി ലഭിക്കട്ടെ, പരാതിയൊന്നും ലഭിച്ചില്ലല്ലോ എന്ന് പറയുന്നതിൽ യാതൊരുവിധ അർത്ഥവുമില്ല. പരാതി ലഭിച്ചില്ലെങ്കിലും അദ്ദേഹം ചെയ്ത തെറ്റിനെ സ്വമേധയാ രാജിവെച്ച് എന്താണോ അടുത്ത നടപടികൾ കൈക്കൊള്ളേണ്ടതായിട്ടുള്ളത് ആ നടപടികളെ നേരിടുവാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറാവണം. ഈ തൃക്കണ്ണാപുരത്തെ ഫ്ളാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണങ്ങൾ നടക്കട്ടെ. പാലക്കാട് ഇദ്ദേഹം താമസിച്ചിരുന്ന ഒരു ഫ്ളാറ്റുണ്ട്, ബിൽടെക് സമ്മിറ്റ് കുന്നത്തൂർമേടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുവാൻ പോലീസ് തയ്യാറാവണം. മാധ്യമ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ആ വിവരങ്ങൾ എടുക്കുവാൻ തയ്യാറാവണം. ജനങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ അറിയാനായിട്ടുണ്ട്. ജനുവരി മാസം 27, 28, 29 തീയതികളിലെ കുന്നത്തൂർമേട് പരിസരത്തുള്ള CCTV ദൃശ്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കൂ. മെയ് മാസം 25-ാം തീയതി ഈ ബിൽടെക് സമ്മിറ്റ് ഫ്ളാറ്റിന് പരിസരത്തുള്ള ക്യാമറയിലെ ദൃശ്യങ്ങളെല്ലാം എടുത്ത് പരിശോധിച്ചു നോക്കുക. നിരവധിയായ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് രാഷ്ട്രീയപരമായ ഒരു വിഷയമല്ല. കേരളത്തിലെ മുഴുവൻ സ്ത്രീ സമൂഹവും ഇന്ന് വളരെയധികം ഭയപ്പാടോടുകൂടിയാണ് ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്. കേരളത്തിന്റെ ഭയാശങ്ക ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്വം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കുണ്ട്. അദ്ദേഹം ഇവിടുത്തെ സ്ത്രീ സഹോദരി അമ്മ പെങ്ങന്മാരുടെ എല്ലാം ഭയാശങ്കയെ ദൂരീകരിക്കണം. പാലക്കാട് MLA സ്ഥാനം രാജിവെച്ചുകൊണ്ട് തുടർ നടപടികളിലേക്ക് അദ്ദേഹം എന്താണ് ഇവിടുത്തെ നിയമം അനുശാസിക്കുന്നത് ആ നിയമ നടപടികൾ കൈക്കൊള്ളുവാനായിട്ട് തയ്യാറാണ്. അദ്ദേഹം രാജിവെക്കാത്ത പക്ഷം അതിശക്തമായ സമര പോരാട്ടങ്ങളുമായി ഭാരതീയ ജനതാ പാർട്ടി ഉണ്ടാവും. ഏറ്റവും ഒടുവിൽ നടത്തിയ ഒരു വാർത്താസമ്മേളനത്തിലെ രാഹുൽ ഒരു നിലപാട് ഉന്നയിക്കുന്നതായിട്ടാണ്. അല്ല, അതിനകത്ത് മാധ്യമ പ്രവർത്തകർ, ഞാനല്ല, നിങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ആളുകളും തുടർച്ചയായി കഴിഞ്ഞ 4 ദിവസമായി കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാരോടും രാഹുലിനെ ബന്ധപ്പെട്ടും ചോദിക്കുന്ന ചില ചോദ്യങ്ങൾക്ക് ഇതുവരെയായിട്ട് അദ്ദേഹം ഉത്തരം തന്നിട്ടില്ല. ആ സ്ക്രീൻഷോട്ട് നിങ്ങളുടേതാണോ എന്ന് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്.
ആ വോയിസ് നോട്ട് ഓഡിയോ മെസ്സേജ് അത് നിങ്ങളുടേതല്ല എന്ന് ഉറപ്പുണ്ടോ എന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കന്മാരോടും രാഹുലിനോടും തന്നെ നേരിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിനൊന്നും ഉത്തരം നൽകാതെ, കേരളം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാതെ ഓഗസ്റ്റ് മാസം 1-ാം തീയതി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വോയിസ് നോട്ട് എത്ര ഡേറ്റ് എന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. ഓഗസ്റ്റ് 1-ാം തീയതിയിലെ വോയിസ് നോട്ടിനെ പുറത്തുവിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കുന്നത്. ഇവിടെ ചോദിക്കുന്ന ചോദ്യം തുടർച്ചയായി വന്നിട്ടുള്ള വോയിസ് നോട്ടുകളുണ്ട്, ഓഡിയോ മെസ്സേജുകൾ. ആ ഓഡിയോ മെസ്സേജുകൾ, വോയിസ് റെക്കോർഡുകൾ, അതിനെന്താണ് മറുപടി നൽകാത്തത്? ആ മറുപടി നൽകാതെ കേരളത്തിന്റെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനമാണ് MLA ചെയ്യുന്നത്. ആ MLA സംരക്ഷിക്കുന്ന സമീപനമാണ് VD സതീശനും ഷാഫി പറമ്പിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പാലക്കാട് DCC അധ്യക്ഷൻ അദ്ദേഹം ഇന്ന് കാലത്ത് രാഹുലിനെതിരെ പറയുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ചെറിയൊരു പ്രസ് നോട്ട് ഞാൻ കണ്ടിരുന്നു. പക്ഷെ എന്തുകൊണ്ടാണ് ഇവരെ ഒഫീഷ്യലി കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വം അദ്ദേഹം രാജിവെച്ചേ തീരുമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെടാത്തത്? രാഹുലും VD സതീശനും ഉൾപ്പെടെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. ഷാഫിയുടെയും VD സതീശന്റെയും പിന്തുണ ഉള്ളതുകൊണ്ടാണല്ലോ അദ്ദേഹം ഇതുവരെയായിട്ടും ഒന്നും ചെയ്യാത്തത്. ഇവിടെ വലിയ രീതിയിൽ ഇടപെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദം രാജിവെച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതേ ധാർമ്മിക ബോധം തന്നെയല്ലേ ഇവിടെയും വേണ്ടത്. പാലക്കാട് MLA സ്ഥാനത്ത് അവിടെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരിക്കാൻ അയാൾ യോഗ്യനല്ല എന്ന് കോൺഗ്രസിന് ബോധ്യപ്പെട്ടു. അപ്പൊ പാലക്കാട് MLA ആയിരിക്കാൻ അദ്ദേഹം യോഗ്യനാണ് എന്നാണ് അവർ ഉദ്ദേശിക്കുന്നത്. യൂത്ത് കോൺഗ്രസിൽ അദ്ദേഹത്തിന് ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ പാലക്കാട്ടുകാരെ ഈ വിഴുപ്പ് ചുമന്നോളൂ, പാലക്കാട്ടുകാരെ അദ്ദേഹത്തെ സഹിച്ചോളൂ എന്നുള്ള നയമാണ് കോൺഗ്രസ് പാർട്ടി എടുക്കുന്നത്. അങ്ങനെ പാലക്കാട്ടുകാരെ വിഡ്ഢിയാക്കുവാൻ ഞങ്ങൾ അനുവദിക്കില്ല. അവന്തിക പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് താങ്കളുടെ നിലപാടെന്താണ് അറിയാൻ ആഗ്രഹിക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളോ മറ്റു വിവരങ്ങളോ ഒന്നും ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല. 2 ചാനലിലൂടെയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ അറിയുന്നത്. ഈ വിഷയത്തില് എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ മറ്റെയാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ആദ്യത്തെ പുറത്തുവിട്ട ദിവസം. എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. ആ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് അവർ എനിക്കൊരു മെസ്സേജ് അയച്ചിരുന്നു. ഇങ്ങനെ ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് അയച്ചിട്ട് ഇത് രാഹുൽ അയച്ചതാണെന്ന്. അപ്പൊ അവർക്ക് പുറത്ത് ഈ കാര്യങ്ങൾ പറയുന്നതിൽ ചെറിയ ഭയാശങ്കയുണ്ട്. അവർക്ക് ജീവനിൽ പേടിയുണ്ട് എന്നുള്ള ഒരു ആംഗിൾ, അവർക്ക് പേടിയുണ്ട് എന്നുള്ള ആംഗിളിലാണ് അവർ മെസ്സേജ് അയച്ചിരുന്നത്. ഞാൻ അവരോട് പറഞ്ഞു, ധൈര്യമായിട്ട് നിങ്ങൾ പ്രൊസീഡ് ചെയ്തോളൂ. കാരണം ഇത്തരത്തില് ഒരു വ്യക്തിയെ ഭയന്നുകൊണ്ട് തനിക്ക് നേരെ എന്തെങ്കിലും തെറ്റായ രീതിയിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതാരും ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം ഇത് കേരളമാണ്, ഇത് ഇന്ത്യയാണ്. ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് നിയമപരമായ പരിരക്ഷണം നൽകുന്നതിന് ആവശ്യമായ സാമൂഹിക അന്തരീക്ഷം കേരളത്തിലുണ്ട്. അപ്പൊ അവരോട് ധൈര്യമായിട്ട് ഇത് പ്രൊസീഡ് ചെയ്തോളാൻ പറഞ്ഞു. പിന്നീട് ഞാൻ 5 മണിക്ക് ശേഷം ഒരു ചാനലിൽ അവരുടെ സ്റ്റേറ്റ്മെന്റാണ് കാണുന്നത്. ചാനലിൽ ഇരുന്ന് അവർ പറയുമ്പോഴാണ് അതിനെ സംബന്ധിച്ച വിവരങ്ങൾ എനിക്ക് ലഭിക്കുന്നത്. അവർ തന്നെ മറ്റൊരു ചാനലിലെ ഇന്ന് വൈകുന്നേരം അഭിമുഖം കൊടുക്കുന്നുണ്ടായിരുന്നു. അവരുടെ ഫോണ് ഇതിനകത്ത് വന്നിരിക്കുന്ന മെസ്സേജുകളെല്ലാം വാനിഷ് മോഡിലാണ് വന്നിരിക്കുന്നത് അവർ പറയുന്നുണ്ട്. അവരുടെ ഫോൺ പരിശോധനയ്ക്ക് നൽകാൻ അവർ തയ്യാറാണെന്ന് പറയുന്നുണ്ട്. അവരുടെ ഫോണുകൾ പരിശോധനയ്ക്ക് പോലീസ് എടുത്ത് പരിശോധന നോക്കട്ടെ. ഇന്ന് രാവിലെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഒരു ഓഡിയോ ക്ലിപ്പ് പുറത്തുവിട്ടു. ആ ഓഡിയോ ക്ലിപ്പിൽ അവരങ്ങനെ പരാതിയിലാണ്, പ്രശ്നങ്ങളില്ലാന്നൊക്കെ ഒരു റിപ്പോർട്ടോട് സംസാരിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പാണ്. ഓഗസ്റ്റ് 1-നാണ് അത് അയച്ചതെന്നാണ് രാഹുൽ പറയുന്നത്. അപ്പോൾ അത് കെട്ടിച്ചമക്കാരമായിട്ട് അങ്ങനെ സ്ഥാപിക്കാനുള്ള രാഹുൽ ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ രാഹുൽ ധൈര്യമായിട്ട് രാഹുലിന്റെ ഫോണോട് പരിശോധനയ്ക്ക് കൊടുക്കട്ടെ. പക്ഷെ ആ പരിശോധനയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പുറത്തു വരിക എന്നുള്ളത് എനിക്ക് നിങ്ങൾക്ക് അറിയില്ല, ദൈവത്തിന് മാത്രമേ ചിലപ്പോൾ അറിയുള്ളൂ. അങ്ങനെ അദ്ദേഹം അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ, ഇങ്ങനെ ഇത്തരത്തിലൊരു ഓഡിയോ ഉണ്ട് കെട്ടിച്ചമർച്ചയാണെന്നുള്ളത് അദ്ദേഹത്തിന് അത്രയും കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ അദ്ദേഹം തന്നെ എന്ത് ചെയ്യാം, അദ്ദേഹത്തിന്റെ ഫോണ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് നൽകാലോ. അദ്ദേഹം ആർക്കും ഇൻബോക്സിൽ പാതിരാ മെസ്സേജുകൾ അയച്ചിട്ടില്ലെങ്കിൽ എന്തിനാണ് ഭയപ്പെടുന്നത്? ഞങ്ങളും തുടക്കം മുതൽ അതാണല്ലോ പറയുന്നത്. ഈ ഓഡിയോ നോട്ടിനെ സംബന്ധിച്ച് എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടെങ്കിൽ അത് കൃത്രിമമായി നിർമ്മിച്ചതാണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് അത് പ്രൊസീഡ് ചെയ്യാമെന്ന് തുടക്കം മുതൽ ഞാൻ മാത്രമല്ല മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പറയുന്നുണ്ടല്ലോ. പിന്നെ രാഹുലിന്റെ പത്രസമ്മേളനത്തിന് ശേഷം ഇതേ അവന്തിക ആ പത്രസമ്മേളനത്തിന് ശേഷം ചാനലുകളിൽ വന്നിരുന്നു ഞാൻ കണ്ടിരുന്നു. അതിലവരും പറയുന്നുണ്ട് ഇത്തരത്തിൽ ഞാൻ വേണമെങ്കിൽ എന്റെ ഫോണ് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതിന്റെ കൂടുതൽ വസ്തുതകൾ പുറത്തു വരേണ്ടത് അവന്തിക തന്നെയാണ് പറയുന്നത്, പുറത്തു വരേണ്ടതായിട്ടുള്ളത്. ഈ അവന്തികയും രാഹുലും തമ്മിൽ എന്താണ് കണക്ഷൻ എന്നുള്ളത് എനിക്കറിയില്ല. അത് അവർ തന്നെയാണ് പറയേണ്ടതായിട്ടുള്ള ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്നുള്ളത്. ഇനിയും കൂടുതൽ വിവരങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ
ടെക്നിക്കലായിട്ട് ഈ ഫോണിന്റെ പരിശോധന ഇതെല്ലാം നടത്തുന്ന സമയത്ത് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് അത്തരത്തിൽ ഒരു ആരോപണമാണ് എന്ന് പറയുന്ന സമയത്ത് അത് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനുള്ള ഉത്തരവാദിത്വം കൂടെ അദ്ദേഹത്തിനുണ്ട്. അതിന് അദ്ദേഹം തയ്യാറായിട്ടില്ല. അദ്ദേഹം അത്രയും കോൺഫിഡന്റ് ആണെങ്കിൽ അദ്ദേഹം ധൈര്യമായിട്ട് അതിന് പ്രൊസീഡ് ചെയ്തോട്ടെ എന്നാണ് ഞങ്ങൾക്കും പറയാനുള്ളത്. കാരണം അങ്ങനെ അത്തരത്തിലുണ്ടെങ്കിൽ ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ. അങ്ങനെ എപ്പോഴാണ് ഈ അവധിയെ സംബന്ധിച്ചത്? കാരണം ഈ 1/8/2025 വോയിസ് റെക്കോർഡാണ് ഇന്ന് അവധിയുടേതാണെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുവിട്ടത്. അതിൽ പറയുന്നത് ഒരു മാധ്യമ പ്രവർത്തകൻ തന്നെ വിളിച്ച് കൊടുക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇയാളോട് പറഞ്ഞതാണ്. താങ്കൾ എന്നാണ് സമീപിച്ചിരുന്നത്? ഈ 1/8 മുമ്പാണ് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് തേഴ്സ്ഡേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:55 അവന്തികയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതിനുശേഷം ഇയാളോട് പറഞ്ഞു എന്നതാണ്. താങ്കൾ എന്നാണ് സമീപിച്ചിരുന്നത്? ഈ 1/8 മുമ്പാണ് എനിക്ക് മെസ്സേജ് വന്നിരിക്കുന്നത് തേഴ്സ്ഡേ വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 1:55 അവന്തികയുടെ മെസ്സേജ് വന്നിരിക്കുന്നത്. അതിനുശേഷം തേഴ്സ്ഡേ പുറകിലോട്ട് പോകുന്ന സമയത്ത് ഇന്ന് തീയതി 24 അല്ലേ? 21. തേഴ്സ്ഡേ എന്ന് പറഞ്ഞാൽ 21 അല്ലേ? 21-ാം തീയതിയാണ് വന്ന് ഈ നോട്ടുകളെല്ലാം പറഞ്ഞിരിക്കുന്നത്. അവർ വളരെ കൃത്യമായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. അവർ പറയുന്ന മെസ്സേജുകൾ 21-ാം തീയതി അല്ല, ഇതിനകത്ത് അവര് പറഞ്ഞ 1-2 കാര്യങ്ങളുണ്ട്. അവർക്ക് ഭയങ്കര പേടിയുണ്ട് ഈ കാര്യങ്ങൾ പുറത്തു പറയുന്നുള്ള ആംഗിളിലാണ് പറഞ്ഞിരിക്കുന്നത്. ധൈര്യമായിട്ട് അവരോട് പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാവുന്ന സമയത്ത് ഒരു ആള് വിഷമവുമായി മുന്നോട്ട് വരുന്ന സമയത്ത് നമ്മൾ അവരോട് പ്രൊസീഡ് ചെയ്യേണ്ട എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. പിന്നെ അതിനുശേഷം അന്ന് രാത്രി തന്നെ അവർ തുറന്നു പറഞ്ഞതിന് ശേഷം മുഴുവൻ സൈബർ ആക്രമണമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഈ വ്യാഴാഴ്ച, അതായത് ബുധനാഴ്ചയാണ് അദ്ദേഹത്തിനെതിരെ, അല്ലെ, ബുധനാഴ്ച വൈകുന്നേരം അല്ലേ വരുന്നത്? 20-ാം തീയതി വൈകുന്നേരം അല്ലേ വരുന്നത്? 20-ന് വൈകുന്നേരമാണ് അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ വരുന്നത്. തേഴ്സ്ഡേ ആണ് എന്നോട് ഇങ്ങോട്ട് സമീപിച്ചിട്ടുള്ളത്. തേഴ്സ്ഡേ പറയുമ്പോൾ 20th. അതിനുശേഷമാണ് തുടർന്ന് ഇങ്ങോട്ടുള്ള സംഭവ വികാസങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് മറുപടി പറയേണ്ടതായിട്ടുള്ള ചില വിഷയങ്ങളിൽ നിന്ന് ബോധപൂർവം രാഹുൽ ഒഴിഞ്ഞുമാറിക്കൊണ്ടേയിരിക്കുകയാണ്. തുടർച്ചയായി ചോദിക്കുകയാണ്. വോയിസ് നോട്ടിനെ കുറിച്ച് തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഗർഭഛിദ്രം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം ബോധപൂർവം നിർബന്ധിച്ച് ആ കരഞ്ഞു പറയുന്ന ഓഡിയോ കേൾക്കുന്ന സമയത്ത് തുടർന്ന് ബാക്കി പറയാൻ പറ്റില്ല. ആ വോയിസ് നോട്ട് കേട്ട് കഴിഞ്ഞു വെച്ചാൽ കേരളത്തിലുള്ള ആളുകൾ എങ്ങനെയാണ് അവർക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ച് കൂടുതൽ നമുക്ക് പറയാൻ സാധിക്കില്ല. കാരണം എല്ലാവർക്കും കുടുംബം ഉള്ളതാണ്, എല്ലാവരുടെയും ഫാമിലി ഉണ്ട്. അപ്പൊ ഇങ്ങനെ അത് തെറ്റായിരുന്നുവെങ്കിൽ തൊട്ടടുത്ത നിമിഷം ഇവിടുത്തെ നിയമ സംവിധാനങ്ങളില്ലേ, അദ്ദേഹത്തിന് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമായിരുന്നല്ലോ. ഡിഫമേഷൻ കേസ് ഫയൽ ചെയ്യാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ചെയ്തില്ല? അവന്തികയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് യുവമോർച്ചയുടെ ഒരു ശിബിരത്തിൽ വെച്ചിട്ടാണ്. എൻ്റെ കയ്യിൽ അവരുടെ മൊബൈൽ നമ്പർ ഇപ്പോഴും ഇല്ല. അവർ ഇൻസ്റ്റാഗ്രാമിലാണ് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട്. അവരെ BJPയുടെ പരിപാടിയിൽ കണ്ടിട്ടുണ്ട്. പിന്നെ അവർ തന്നെ തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ BJPയുടെ പ്രവർത്തകയാണ് എന്നുള്ള കാര്യം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവരോട് നേരിട്ട് ഈ മെസ്സേജിലൂടെ സംസാരിക്കുന്നത് ഈ വ്യാഴാഴ്ചയാണ്, ഈ പറഞ്ഞ 21st. തുറന്നു പറയാൻ അവർക്ക് ഈ വിഷയങ്ങൾ തുറന്നു പറയുന്ന സമയത്ത് അവർക്കുണ്ടാവാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, അവർക്കുണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്തുകൾ, അതിനെ സംബന്ധിച്ചുള്ള ചെറിയ ടെൻഷനാണ് എന്നോട് പറഞ്ഞത്. അതേ സംബന്ധിച്ചുള്ള പേടിയുള്ളതിനെ കുറിച്ച് അവരോട് ധൈര്യമായിട്ട് പ്രൊസീഡ് ചെയ്തോളാം പറഞ്ഞിരുന്നു. ഇത് ഉച്ചയ്ക്ക് 2 മണിക്ക് വന്നാണല്ലോ. ഞാൻ മനസ്സിലാക്കുന്നത് 5 മണിക്കോടുകൂടിയാണ് അവർ ചാനലുകളെ കണ്ടിട്ടുള്ളതെന്നാണ് തോന്നുന്നത്. അതിനു മുൻപ് മീഡിയാസിനോട് എന്തെങ്കിലും ഇൻഫർമേഷൻ കൊടുത്തിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. അല്ല, അവർക്ക് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഉണ്ടെന്ന സമയത്ത് അവരോട് പ്രൊസീഡ് ചെയ്തോളാണ് പറയുന്നത്, മുന്നോട്ട് പോകാനാണ് പറഞ്ഞിരിക്കുന്നത്. അവർക്ക് നിയമ നടപടി സ്വീകരിക്കാം, അവർക്ക് ചാനലുകളുടെ മുന്നിൽ പറഞ്ഞിട്ടുണ്ട്. അത് അവരെ ബാധിക്കുന്ന വിഷയമാണ്. അങ്ങനെ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. അതിന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ളതിനെ സംബന്ധിച്ച് അവർ തന്നെ കൂടുതൽ വിവരങ്ങൾ നൽകേണ്ടതായിട്ടുണ്ട്. അത് അന്വേഷിക്കേണ്ടത് പോലീസ് തന്നെയാണ്. എനിക്ക് ലഭ്യമായ
ചില സോഴ്സുകളിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, മാധ്യമങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഞങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. എല്ലാവരും സ്വാഭാവികമായിട്ട് ഈ തൃക്കണ്ണാപുരം വിട്ടക്ക് ഇത് രണ്ടും പുതിയതാണ്. എന്താണ് അതിന്റെ ഒരു ക്ലാരിറ്റി? തൃക്കണ്ണാപുരത്ത് ഉള്ള ഫ്ളാറ്റുമായി കേന്ദ്രീകരിച്ചിട്ടുള്ള അന്വേഷണം നടക്കട്ടെ. പോലീസ് അന്വേഷിക്കട്ടെ, മാധ്യമങ്ങൾ അന്വേഷിക്കട്ടെ, അവിടെയുള്ള ഫ്ളാറ്റുകളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അന്വേഷിക്കട്ടെ. അവിടെ ആരൊക്കെ വന്ന് പോയിട്ടുണ്ടെന്നുള്ള അന്വേഷിക്കട്ടെ. ഇപ്പൊ വിവാദം നടക്കുന്നത് ആരുമായിട്ടാണ്, ആരെയൊക്കെ ബന്ധപ്പെടുത്തിയിട്ടാണ് വിവാദം നടക്കുന്നതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. ആ ഫ്ളാറ്റിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ടെന്നുള്ള അന്വേഷിക്കട്ടെ. ആ തീയതികൾ ഞാൻ പറഞ്ഞു. ജനുവരി 27, 22 റിപ്പബ്ലിക് ഡേക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ ജനുവരി മാസത്തിൽ അന്വേഷിക്കാം. 28, 29. അല്ല, അതിനകത്ത് പറയേണ്ടത് ഞാനല്ല, കാരണം ഞാനത് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ സംബന്ധിച്ച് തുടർച്ചയായ വിവരങ്ങൾ നമ്മളെല്ലാവരും അന്വേഷിക്കുന്ന സമയത്ത് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. അല്ല, ഞാൻ അതിനകത്ത് പറഞ്ഞത് നമ്മളെല്ലാവരും അതിനകത്ത് അന്വേഷിച്ച് നോക്കുക. അന്വേഷിക്കുന്ന സമയത്ത് പല വിവരങ്ങളും കിട്ടും. വിവരങ്ങൾ ഇപ്പൊ ഇന്നത്തോടു കൂടി അവസാനിക്കുന്നില്ലോ, തുടർച്ചയായ ദിവസങ്ങളുണ്ട്. ഇതുപോലെ പല ആദ്യ ദിവസം ഒരാളാണ് മുന്നോട്ട് വന്നത്. ഇന്ന് നമ്മൾ ഇവിടെ ഇരുന്ന് ചർച്ച ചെയ്യുന്ന പിന്നെ ഈ ഡുഗ്ഡുഗ് എവിടെ പോയി? അച്ഛൻ പോയതിന്റെ കൂടെ എല്ലാ സ്വപ്നങ്ങളും ഒലിച്ചു പോയില്ലേ. ഇപ്പതാ നമ്മുടെ ഗാരേജിലിരുന്ന് നാട്ടുകാരുടെ ഡുഗ്ഡുഗി നന്നാക്കിക്കൊണ്ട് അല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അസമയം എന്നൊന്നും പറഞ്ഞില്ല. ഈ അസമയം എന്ന് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയമല്ലേ, ഏത് സമയം എന്നുള്ളത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിന്റെ റൂട്ട് മാപ്പുകൾ, ഈ പറഞ്ഞ ദിവസങ്ങളിലുള്ള റൂട്ട് മാപ്പുകൾ, ഇതൊക്കെ അന്വേഷിക്കാവുന്നതാണ്. അദ്ദേഹത്തിന് നിഷേധിക്കാവുന്ന, ഈ ഫ്ളാറ്റിൽ അദ്ദേഹം ഇല്ല എന്നുണ്ടെങ്കിൽ നിഷേധിക്കുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തുടർന്ന് വരും. 25 മാത്രമാണെന്നുള്ളത് എനിക്കറിയില്ല. അതിപ്പോ എനിക്ക് പറയാൻ പറ്റില്ല. ആ ദിവസങ്ങളിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ പല വെളിപ്പെടുത്തലുകൾ പോലുള്ള പല സംഭവങ്ങളും പല സാഹചര്യങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന ദിവസങ്ങളിൽ തന്നെ വരുമായിരിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു മിനിറ്റ് ഞാൻ ആ ഒരു സെന്റൻസ് ഒന്ന് പൂർത്തിയാക്കാം. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള കോഗ്നിസബിൾ ഒഫൻസ് ആയതുകൊണ്ട് നടപടിയിലേക്ക് കടക്കും. പരാതിയില്ലെങ്കിലും നടപടിയിലേക്ക് കടക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്നുള്ള അല്ല, ഇതിനകത്ത് കോഗ്നിസബിൾ ഒഫൻസ് ആക്കി കഴിഞ്ഞാൽ ഇത് FIR ഇട്ട് അന്വേഷിക്കാനുള്ള വകുപ്പുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത്തരത്തിലുള്ള വിവരങ്ങളെ കുറിച്ചിട്ടുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കും. ഈ വോയിസ് നോട്ടുമായി ബന്ധപ്പെട്ട് എല്ലാ അന്വേഷണങ്ങളും വരും. അന്വേഷണങ്ങൾ പുറത്തു വരുമ്പോൾ പല ആളുകൾക്കും പലതും തുറന്നു പറയാനുണ്ടാവും. അപ്പൊ ഇതെല്ലാം പുറത്തു വരും. ഓക്കെ, അവന്തികയെ മാത്രമല്ല, ഇത് പുറത്തുവിട്ടതിന് അല്ല, ഇതിനകത്ത് ഈ വാർത്തകൾ പുറത്തു വന്നതിന്റെ തൊട്ടടുത്ത ദിവസം മുതൽ സൈബർ ഇടങ്ങളിൽ എന്തൊക്കെ തരത്തിലുള്ള ആക്രമണങ്ങളാണ് നടക്കുന്നതെന്നുള്ളത് ഞാൻ പറയേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. നമ്മളെല്ലാവരും സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന ആളുകളാണ്. മുഖമുള്ളവരും മുഖമില്ലാത്തവരും എല്ലാ തരത്തിലുള്ള ആളുകളും, പച്ചപ്പടയുടെ പേരിലാണെങ്കിലും ഹരിത കേരളത്തിന്റെ പേരിലാണെങ്കിലും പല പേരുകളിൽ എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് അടിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്തരത്തിൽ ഒരു ആരോപണവുമായി ഒരാൾ തുറന്ന് പറയുവാനായിട്ട്, അവരുടെ അനുഭവം തുറന്നു പറയാനായിട്ട് ഒരാൾ മുന്നോട്ട് വരുന്ന സമയത്ത് അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ അപമാനിക്കുക, അവരെ അവഹേളിക്കുക, അവരുടെ കുടുംബാംഗങ്ങളുടെ ചിത്രങ്ങൾ വരെ പ്രചരിപ്പിക്കാനുള്ള ശ്രമം നടത്തുക, ഇതൊക്കെ സൈബർ ഇടങ്ങളിൽ ചെയ്യുന്നത് ഒരു മാന്യത ആണോ എന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ പരാതി തുറന്നു പറയുന്ന ഒരാളല്ല, എല്ലാവർക്കെതിരെയും ഇതുപോലുള്ള ആരോപണങ്ങൾ പറയുവാനായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു തെറ്റായ പ്രവണതയാണ്.
നിങ്ങൾ എത്രയൊക്കെ തന്നെ ഇത്തരത്തിൽ സൈബർ ഇടത്തിൽ കള്ളത്തരത്തിന്റെ കൂടാരം ഉണ്ടാക്കാൻ ശ്രമിച്ചാലും സത്യം പുറത്തു വരിക തന്നെ ചെയ്യും. അതുകൊണ്ടാണ് ഇത്ര ദിവസമായിട്ടും ആ വോയിസ് നോട്ടിനെ കുറിച്ചോ സ്ക്രീൻഷോട്ടിനെ കുറിച്ചോ ഒരു മറുപടി പോലും പറയുവാൻ രാഹുൽ തയ്യാറല്ലാത്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കുന്നതുവരെ അതിശക്തമായ പ്രതിഷേധങ്ങളുമായി BJP ഉണ്ടാവും. സാമ്പത്തിക സ്രോതസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ഞാനിപ്പോൾ നിലവിൽ പഠിക്കാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ചോദിച്ചതിലെ രണ്ടാമത്തെ പോയിന്റ് അത് വളരെ കൃത്യമാണല്ലോ. ഇതിലെ ആരോപണവുമായി ബന്ധപ്പെട്ട് വന്ന ഒരു ഓഡിയോന്റെ ഓഡിയോയാണോ വാട്സപ്പ് ചാറ്റിലാണോ ഏതാണെന്ന് അറിയില്ല. ഈ പരാതിയുമായി ഷാഫിയെയും VD സതീശനെയും കണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട് അല്ലെ? അങ്ങനെ ഒരു ഇത് വന്നിരുന്നല്ലോ. അതിനകത്ത് ഷാഫി പറമ്പിലിനോട് ചോദിച്ച സമയത്ത് എനിക്കങ്ങനെ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്നാ പറഞ്ഞു. VD സതീശൻ പറയുന്നത് എനിക്ക് ആ പരാതി കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇവിടെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്, കോൺഗ്രസ്സുകാർ തന്നെ ഡബിൾ സ്റ്റാൻഡ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ പരാതി പറയുന്ന ആളുകളെ മോശക്കാരാക്കി ചിത്രീകരിക്കുകയാണ്. ഇവിടെ ഇവർക്ക് കൃത്യമായി പരാതി ലഭിച്ചിട്ടും എനിക്ക് തോന്നുന്നത് KSU കാലഘട്ടം മുതൽ ഇദ്ദേഹത്തിനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുന്നുണ്ട്. എറണാകുളത്തെ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെ പറയുന്നില്ലേ, അതിന്റെ ഒരു ശബ്ദ സന്ദേശം ഇന്നലെ ചാനലുകൾ തന്നെ പുറത്തുവിട്ടില്ലേ. ഇവിടെ തങ്ങളുടെ സ്വന്തം സംഘടനയിൽപ്പെട്ട പെൺകുട്ടികൾക്കടക്കം ദുരനുഭവം ഉണ്ടാവുന്നു. പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിൽ മെസ്സേജുകൾ അയക്കുന്നു. ഒരു സംഘടനാ പ്രവർത്തനം നിർത്തിപ്പോകുന്നു. അപ്പൊ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വന്ന സമയത്ത് അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടി എടുക്കേണ്ടതിന് പകരം അദ്ദേഹത്തിന് അംഗീകാരങ്ങൾ കൂടുതൽ നൽകുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കുന്നു, പാലക്കാട് MLA സ്ഥാനാർത്ഥിയാക്കുന്നു. അപ്പൊ ഈ പരാതി പറയുന്നവർക്ക് അവർക്ക് എവിടെയാണ് കോൺഗ്രസ് പാർട്ടിക്കകത്ത് സംരക്ഷണമുള്ളത്? കോൺഗ്രസ് പാർട്ടിയുടെ DNA പ്രശ്നമാണത്. അവർക്കുണ്ടായ ജനിതക വൈകൃതം കൊണ്ടാണ് അവർ ഇത്തരത്തിൽ ബിഹേവ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ തുടക്കത്തിൽ നടപടി എടുത്തിരുന്നുവെങ്കിൽ എത്രയോ പെൺകുട്ടികൾക്ക് സമാധാനമായി ഈ ചാറ്റർജിയിൽ നിന്ന് രക്ഷപ്പെട്ട് സമാധാനമായി അന്തിയുറങ്ങാൻ പറ്റിയിട്ടുണ്ടാവും. എന്ത് പറഞ്ഞിട്ടാണ് വരുന്നത്? എന്റെ സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ അവരുടെ പറഞ്ഞ അതേ പോയിന്റിലേക്ക് തന്നെ എത്താം. അങ്ങനെയാണെങ്കിൽ ഈ വോയിസ് നോട്ടും ഈ പറഞ്ഞ പോലുള്ള സ്ക്രീൻഷോട്ടും ഒക്കെ ഞാൻ തന്നെ ഉണ്ടാക്കിയതാണെന്നുള്ള രീതിയിലേക്ക് വരില്ലേ? അപ്പൊ ഇതുമായി ബന്ധപ്പെട്ടൊരു മറുപടി പറയാൻ തയ്യാറായിട്ടില്ലല്ലോ. ചോദിക്കുന്നത് കേരളം മുഴുവൻ മാധ്യമപ്രവർത്തകരെ, ഈ ഇരിക്കുന്ന നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം നിരവധി ദിവസമായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമുണ്ട്. ഈ വോയിസ് നോട്ട്, ഈ വോയിസ് റെക്കോർഡിൽ എന്താണ് മറുപടി എന്ന് ചോദിക്കുന്നുണ്ട്. ഈ വന്ന ചാറ്റുകൾ ഇപ്പോൾ ഇൻസ്റ്റഗ്രാമും മെസ്സഞ്ചറും ടെലിഗ്രാമും വാട്സപ്പിന്റെ ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ വരാനിരിക്കുന്ന എന്തിൻ്റെയൊക്കെയാണെന്നുള്ളത് നമുക്കറിയില്ല, ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ ഇതെല്ലാം എവിടെ നിന്നാണ് വരുന്നത്? ഇതിന്റെ ഉറവിടം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഇവർ കേസുമായിട്ട് മുന്നോട്ട് പോട്ടെ. ധൈര്യമായിട്ട് ഇത് ഇത്തരത്തിൽ അവന്തികയുമായി ബന്ധപ്പെട്ട് ഞാൻ ഉണ്ടാക്കിയ സ്ട്രാറ്റജി ആണെങ്കിൽ ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ഇവർ മുന്നോട്ട് വെക്കോട്ടെ. ഞാൻ തന്നെ സ്വാഗതം ചെയ്യുന്നുണ്ട്. ഇവർ പറയുന്ന സ്ഥലത്ത്, ഇവർ പറയുന്ന അന്വേഷണ ഏജൻസിയുടെ മുൻപിൽ ധൈര്യമായിട്ട് ഹാജരാകാൻ തയ്യാറാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ ഫോണിൽ ഈ പറയുന്ന അവന്തികയുടെ മൊബൈൽ നമ്പർ പോലും ഞാൻ സേവ്ഡ് അല്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. ഞാൻ പറയുന്നുണ്ടല്ലോ, ഞാൻ ധൈര്യമായിട്ട് പറയുന്നുണ്ട്, ഏത് ശാസ്ത്രീയ അന്വേഷണം എന്ത് വേണമെങ്കിൽ നടത്താൻ തയ്യാറാണ്. സേവ് ചെയ്യേണ്ട, അന്വേഷണത്തിന് തേടേണ്ട, അല്ലെങ്കിൽ അല്ലാന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ ദിവസത്തെ എൻ്റെ വോയിസ് നോട്ട് അല്ല, ഞാൻ അയച്ച മെസ്സേജ് അല്ല എന്ന് പറഞ്ഞാൽ പോരെ. സ്വാഭാവികമായിട്ട് അന്വേഷണം നടക്കില്ല. ഇല്ലെങ്കിൽ ഇത് പ്രചരിപ്പിച്ച ആളുകൾക്ക്, ഞാനും നിങ്ങളും പ്രചരിപ്പിച്ചിട്ടില്ല ഈ സാധനം. ഇത് വന്ന സമയത്ത് പുറത്തെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനും നിങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടില്ലേ? കേസ് കൊടുക്കട്ടെ ആള്. ഇതിപ്പോ എനിക്കെതിരെ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു ആരോപണം വരുന്ന സമയത്ത് ഞാൻ ചെയ്തിട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് എനിക്ക് പ്രൊസീഡ് ചെയ്യാലോ. ഇവിടുത്തെ നിയമ സംവിധാനങ്ങളെ അദ്ദേഹത്തിന് എന്താ പറയുക, റെസ്പെക്ട് ഇല്ലാത്തതുകൊണ്ടാണോ, വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണോ? ഓക്കെ.